നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അതിനെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സോ നമുക്ക് ആ ഒരു ഭാഗത്തിലേക്ക് കടക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കും. നമുക്ക് ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പൊതുവെ നമ്മുടെ ആത്മിക ഗോളത്തിൽ നമ്മൾ ഈവൻ വ്യക്തിപരമായിട്ടാണെങ്കിലും പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളൊക്കെയാണ് നമ്മൾ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ ദൈവദിനത്തിനകത്ത് കാണുന്ന ചില കാര്യങ്ങൾ എന്തിനു വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് നമുക്ക് വേഗത്തിൽ ഒന്ന് ചിന്തിക്കാം. 15 വരെയുള്ള സമയം കൊണ്ട് എത്രമാത്രം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു 6-7 പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. കഴിയുന്നത്രയും നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പിന്നീട് അവസരം ദൈവം തരുന്നെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ശുശ്രൂഷിക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഒരു കാര്യം, പ്രാർത്ഥന എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ വരികയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് കാര്യം കഴിയുമ്പോൾ കടന്നു പോകുന്ന ഒരു സമ്പ്രദായം പൊതുവെ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ പ്രാർത്ഥന നമ്മുടെ ഒരു ഹാബിറ്റ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് അത് വലിയ ഇഷ്ടമാണ്. പ്രാർത്ഥന നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറുന്നത് ആ ഒരു ലെവലിൽ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ലൈഫിൽ ഒരു പ്രാർത്ഥനയുടെ ഹാബിറ്റ് ഉണ്ടാക്കുക. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, അഥവാ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവണം. ആ ഒരു ലെവലിൽ ആ ഒരു ഹാബിറ്റിലേക്ക് മാറും. ഞാൻ അതിനെ മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ എല്ലാ ദിവസവും പല്ല് തേക്കുന്നവരാണ്, എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നവരാണ്. അപ്പൊ ഒരു ദിവസം നമുക്ക് പല്ല് തേക്കാൻ പറ്റാതിരുന്നാൽ ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും, അല്ലെ? പല്ല് തേക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും കുളിക്കുന്ന ആൾക്കാർ ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത, എന്തോ ഒരു അസംതൃപ്തി നമുക്ക് ഉണ്ടാവും, അല്ലെ? എന്തോ ഒരു അസ്വസ്ഥത ശരീരത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. എന്താ അതിന്റെ കാര്യം? നമ്മൾ ആ നിരന്തരം ചെയ്യുന്ന കാര്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി, നമ്മുടെ ഹാബിച്വൽ ആക്ഷനായി. അതുകൊണ്ട് അത് ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഒരു ദിവസം പ്രാർത്ഥിക്കാതിരുന്നാൽ ഇങ്ങനെ വല്ല അസ്വസ്ഥത ഉണ്ടാവാറുണ്ടോ? ഇല്ലെങ്കിൽ പ്രാർത്ഥന നമ്മുടെ ഹാബിറ്റ് ആയില്ലെന്ന് എന്റെ അർത്ഥം. വചനം വായിക്കാതിരുന്നാൽ അങ്ങനെ ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഇന്ന് എനിക്ക് വചനം വായിക്കാൻ പറ്റിയില്ല, എന്തോ ഒരു കുറവ്, എന്തോ ഒരു അസംതൃപ്തി. സോ പ്രാർത്ഥനയും വചന ധ്യാനവും ഒക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് തന്നെ മാറട്ടെ. ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ മറന്നുപോയാലും ദൈവവചനം വായിക്കാൻ മറന്നുപോകല്ലേ. ഒരു ദിവസം ഭക്ഷണം കഴിക്കാനോ നമ്മുടെ കാര്യങ്ങളോ ചെയ്യാൻ നമ്മൾ മറന്നുപോയാലും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകല്ലേ. സോ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചില ആളുകൾ ഈ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ടൂള് പോലെ ഉപയോഗിക്കുന്നത്. ടൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കത്തി നമ്മുടെ കയ്യിലുണ്ട്. കത്തി ഉണ്ടെങ്കിൽ ഈ കത്തി ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ, അത് കഴിയുമ്പോൾ കൊണ്ടുവെക്കും എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥനയും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥന എടുക്കും, പ്രാർത്ഥിക്കും, അത് കഴിയുമ്പോൾ കൊണ്ടുവയ്ക്കും. സോ ഇത് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി കമ്മ്യൂണിക്കേഷൻ, ദൈവമായിട്ടുള്ള ഒരു വലിയ ആത്മബന്ധത്തിന്റെ സംഭവമാണ്. സോ ഇത് ഒരു വലിയ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറി ദൈവമായിട്ടുള്ള ഒരു വലിയ ആത്മബന്ധത്തിന്റെ ഒരു ഘടകമായിട്ട് തന്നെ അത് മാറാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾ ശ്രമിക്കുക. നമ്മൾ പ്രാർത്ഥനാ വിഷയത്തിൽ ഒന്നാമത് പ്രാർത്ഥിക്കേണ്ട വിഷയത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ചില പോയിന്റുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് പറയുന്നതിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഞാൻ അധികം വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റു ചില പ്രാർത്ഥനകൾ വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. കർത്താവ് പറഞ്ഞു, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞൊരു പ്രാർത്ഥനയാണ്. സോ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. കുറച്ചതിനകത്തൊന്ന് കറക്ഷൻ വരുത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്റെ അകത്ത് നടക്കണം, അങ്ങയുടെ തിരുഹിതം എന്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് അതൊരു സബ്മിഷന്റെ പ്രാർത്ഥനയാണ്. അത് യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യേശു ഈ ലോകത്തിൽ വെച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ എന്റെ കാര്യം ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എന്റെ കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല, എനിക്കൊന്നും പറയാനുമില്ല, എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചതാണ് ഞാൻ പറയുന്നത്, എന്റെ പിതാവിന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. ദൈവമക്കളെ, ഇതൊരു സബ്മിഷനാണ്. കർത്താവ് ആ സബ്മിഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, അങ്ങയുടെ രാജ്യം വരണം, അത് എന്റെ ലൈഫിൽ വരട്ടെ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവം എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ടോട്ടലി ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുക. പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഇരിക്കുന്നതും ചരിക്കുന്നതും എല്ലാം അവനിലാകുന്നു. പറഞ്ഞാൽ നമ്മളുടെ ലൈഫിന്റെ മൊത്തം ഡിസൈൻ, നമ്മുടെ ലൈഫിന്റെ മൊത്തം കൺട്രോൾ ദൈവത്തിന്റെ കയ്യിൽ എപ്പോഴാകുമോ അപ്പോഴാണ് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോഴും ദൈവം നമ്മളെ ഉപയോഗിക്കുന്നില്ലെന്നല്ല,
ദൈവം നമ്മളെ ഉപയോഗിക്കുന്നുണ്ടാവാം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലും ആ ഒരു സ്റ്റാൻഡേർഡിലും ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലുള്ള സബ്മിഷൻ നമ്മുടെ അകത്തുണ്ടാകണം. അതാണ് ഈ പ്രാർത്ഥനയുടെ വാചകത്തിന്റെ അർത്ഥം. ലെറ്റ് യുവർ കിങ്ഡം കം. അങ്ങയുടെ രാജ്യം വരണം. എവിടെ വരണം? എന്റെ ലൈഫിൽ വരട്ടെ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയൊക്കെ പൂർണ്ണമാകുന്നു അതുപോലെ എന്റെ ലൈഫിൽ നടക്കട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ആ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചാലോ കർത്താവിനോട്? ദൈവം അങ്ങയുടെ ഇഷ്ടം എന്റെ ലൈഫിൽ നടക്കട്ടെ, അങ്ങേക്ക് ഇഷ്ടമുള്ളത്. ഈ പൗലോസ് ഒരിക്കൽ ഒരിടത്ത് എവിടെയായിരുന്നു? ആസിയിലും മറ്റു പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, പോകണ്ട, അങ്ങോട്ട് പോകണ്ട. പൗലോസ് പ്രസംഗിക്കാനല്ലേ പോകുന്നേ? കർത്താവിന്റെ വചനം പറയാനല്ലേ പോകുന്നേ? കർത്താവിന്റെ നാമത്തിലല്ലേ പോകുന്നേ? കാര്യം ശരിയാ, പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങോട്ട് പോകണ്ടെന്ന്. ദൈവമക്കളെ, നമ്മളെല്ലാ കാര്യവും ഒന്നും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മള് ഇന്നത്തെ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞാൽ എന്നോട് വിരോധം വിചാരിക്കല്ലേ. നമ്മള് കൂടുതലും ഒത്തിരി ബിസി ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. നമ്മൾ ബിസി ആണെന്ന് പറയുന്നതിനകത്ത് നമ്മള് അഹംഭാവം കൊള്ളുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് പറയുന്നത്, നമ്മളതിനകത്ത് ഒത്തിരി അഹങ്കരിക്കുന്ന ആൾക്കാർ. ഐ ആം സോ ബിസി. പക്ഷേ ഒരു സീക്രട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ലൗകികമായ കാര്യങ്ങളിലും മറ്റു പല കാര്യങ്ങളിലും ഒക്കെ ടു ബിസി ആയിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ ഡിവൈൻ തിങ്. കർത്താവ് തന്നെ തന്റെ ശിഷ്യന്മാർക്ക് ആൾക്കാർക്ക് ഭക്ഷണം എല്ലാം കൊടുത്തു എല്ലാം കഴിഞ്ഞപ്പോൾ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുക. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റും ആവശ്യത്തിനുള്ള സ്വസ്ഥതയും ഒക്കെ നമുക്ക് ലൈഫിൽ വേണം. അതൊക്കെ ഒരു മാനുഷിക ജീവിതത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുൾ ടൈം റെസ്റ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആവശ്യത്തിനുള്ള റെസ്റ്റും കാര്യങ്ങളും ഒക്കെ. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ലൈഫ് ഇറ്റ്സ് ഈവിൾ. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ലൈഫ് ഇറ്റ്സ് റിയലി ഈവിൾ. ദൈവം നമുക്ക് സ്വസ്ഥത തരാണ്. കർത്താവ് പറഞ്ഞ എന്തോ, ഞാൻ നിനക്ക് സ്വസ്ഥത തരും, ഐ വിൽ ഗിവ് യു പീസ്. നമുക്ക് ആ സമാധാനവും സ്വസ്ഥതയും ലൈഫിൽ അനുഭവിക്കാൻ പറ്റണം. ഈവൻ ഞാൻ ഒരു കാര്യം കൂടെ ഇറക്കി പറയാം, എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ചില ശുശ്രൂഷകന്മാരാണെങ്കിൽ പോലും ടൂ മച്ച് ബിസിയാ. മിനിസ്ട്രിക്കകത്തും പല കാര്യങ്ങൾക്കകത്തും ആൾക്കാരോട് സംസാരിക്കാൻ സമയമില്ല, വീട്ടിലെ ചില ഭാര്യയോട് കൂടി ഇരിക്കാൻ സമയമില്ല, മക്കളുടെ കൂടെ ഇരിക്കാൻ സമയമില്ല, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല. ഈസ് ടു ബിസി. ദൈവമക്കളെ, ഇറ്റ്സ് സംതിങ് ഈവിൾ. അതിന്റെ ഫൈനലി സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അത് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകും. മക്കൾ വലുതായി കഴിയുമ്പോൾ പിന്നെ അപ്പനോടും അമ്മയോടും സ്നേഹമില്ലാത്തൊരു ലെവലിലേക്ക് വരും. സോ കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാനും അവരുടെ കൂടെ വി മസ്റ്റ് ബി അവൈലബിൾ ഫോർ ദം. അത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ലൈഫിൽ നടക്കാൻ നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കുക. സോ ഒന്നാമത്തെ കാര്യം അതാണ്, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. അത് ഒന്ന് നമ്മുടെ ലൈഫിൽ, രണ്ട് നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മുടെ ദേശത്തിൽ, നമ്മുടെ രാജ്യത്തിൽ. ഈ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ ദേശത്ത് വരട്ടെ, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ സ്വർഗത്തിൽ നടക്കുന്നത് പോലെ ഈ ഞങ്ങളുടെ രാജ്യത്ത് നടക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ കർത്താവ് പിന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അന്നന്ന് ആവശ്യമുള്ള ആഹാരം തരണം. സോ അത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ബി കണ്ടന്റ് വിത്ത് വാട്ട് എവർ യു ഹാവ്. നമുക്കുള്ളതിനകത്ത് സംതൃപ്തരായിരിക്കാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം ഉണ്ടാകാതിരിക്കുക. ഓക്കെ, അവിടെ ഒന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. സോ എല്ലാവരുമായിട്ടൊരു നല്ല നിരപ്പുണ്ടായിരിക്കാൻ, നിരപ്പിന്റെ ഒരു പ്രാർത്ഥന. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട, ഇനി പ്രാർത്ഥിക്കാൻ നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇതാണ്, ഡു നോട്ട് പുട്ട് us into temptation. ഈ ഒരു പ്രാർത്ഥന ഓരോ ദിവസവും ദൈവമക്കൾ പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഇന്ന് പിശാചിന്റെ ഏറ്റവും വലിയ ടാർഗറ്റാണ് ദൈവമക്കളെ പാപത്തിനകത്ത് കൊടുക്കുക, പാപത്തിൽ അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത്. ദൈവമക്കളെ, പിശാചിന്റെ ഒരു അജണ്ട എപ്പോഴും ദൈവമക്കൾക്കെതിരായിട്ട്, നമ്മൾ ആത്മീകമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ, ദൈവത്തോട് അടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ ഒരു മേഖല എപ്പോഴും നമുക്ക് വിരോധമായിട്ടുണ്ടാകും. ഇത് മനസ്സിലാക്കി എല്ലാ ദിവസവും നമ്മുടെ ഡെയിലി പ്രാർത്ഥനയ്ക്കകത്ത് ഇത് ഉൾക്കൊള്ളിക്കണം. കർത്താവെ, എന്നെ പരീക്ഷയിൽ അകപ്പെടുത്തരുത്. ഇതിന്റെ കാര്യഗൗരവം ഞാൻ പറയാം. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, മോനെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക, ഒരു നാഴിക എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പത്രോസിന് പ്രാർത്ഥിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ശരീരം അനുവദിച്ചില്ല, പുള്ളി കിടന്നുറങ്ങി. പിന്നീട് എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം. കർത്താവിനെ തള്ളി പറയേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ താൻ കർത്താവിനെ തള്ളി പറഞ്ഞു. സാഹചര്യം എന്തും ആകട്ടെ, പക്ഷേ പുള്ളിയുടെ അകത്തെ ഭയം കൊണ്ടാ, തള്ളി പറയണമായിട്ടല്ല, അകത്തെ ഭയം കൊണ്ട്. എനിക്ക് ഇനി അടുത്തത് യേശുവിനെ പിടിച്ചു, ഇനി അടുത്തത് എന്നെ പിടിക്കും, എനിക്കും മരണം നേരിടേണ്ടി വരുമല്ലോ എന്നുള്ള ഭീതി തന്റെ അകത്ത് കയറിയിട്ട് പറഞ്ഞു പോയതാ. പക്ഷെ പറയേണ്ട സാഹചര്യം ഉണ്ടായി. ഒരു ശിപായിയുടെ ഒരു ദാസന്റെ കാതറുത്ത് കളഞ്ഞു. യേശുവിനെ തള്ളി പറഞ്ഞിട്ട് പഴയ പണിക്ക് തിരിച്ചുപോയി. ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് കർത്താവ് മനുഷ്യനോട് പറഞ്ഞു, മോനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ദൈവമക്കളെ, നിങ്ങളുടെ ഒരു കാര്യം, ദൈവദാസന്മാർ, ദൈവമക്കൾ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ടത്, സൈറ്റൻ ഈസ് ആഫ്റ്റർ അസ്. നമ്മുടെ പുറകെ പിശാചുണ്ട്, യാതൊരു സംശയമില്ല. വേറൊന്നിനും അല്ല. നമ്മളെ പേടിപ്പിക്കാനോ, നമ്മളെ തകർക്കാനോ, നമ്മുടെ നന്മയില്ലാതാക്കണതും അതൊക്കെ വേറെ വിഷയമാണ്. നമ്മളെ പാപത്തിൽ ട്രാപ്പ് ചെയ്യുക എന്നുള്ളത് പിശാചിന്റെ ഏറ്റവും വലിയൊരു അജണ്ടയാണ്. പ്രൈസ് ദി ലോർഡ്.
ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ഇറക്കി പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ദിവസം പറഞ്ഞ് ഞാൻ കേട്ടൊരു കാര്യമാണ്. ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദൻ ബത്ശബയുടെ അടുത്ത് എന്ന് പാപം ചെയ്തു, അവളുടെ ഭർത്താവിനെ ഊരിയാവിനെ കൊന്നു കളഞ്ഞ സംഭവം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ആ 11-ാം അധ്യായം വായിച്ചാല് അവിടെ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് ബാക്കിയുള്ളവരെല്ലാം പുള്ളി യുദ്ധത്തിന് അയച്ചു. ബാക്കിയുള്ളവരെ 2 ശമൂവേൽ 11-ാം അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട് സംഭവം. പുള്ളിക്കാരൻ ബാക്കിയുള്ളവരെ മുഴുവൻ യുദ്ധത്തിന് അയച്ചു, പുള്ളി വീട്ടിയിരുന്നു. യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ട, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 2 ശമൂവേൽ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ട കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തന്റെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമോന്യ ദേശം ശൂന്യമാക്കി രബാ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ഇതിന്റെ ഗൗരവം എന്താണെന്നറിയാമോ ദൈവമക്കളെ? പുള്ളിക്കാരൻ എല്ലാവരും യുദ്ധത്തിന് പറഞ്ഞു വിട്ടു. പുള്ളി യുദ്ധക്കളത്തിൽ ഇറങ്ങിയില്ല. പുള്ളി വീട്ടിയിരുന്നു. ടൈം പാസിന് വേണ്ടിയിട്ട് പുള്ളി ടെറസെ കയറിയതാ. അപ്പോഴാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല. ആ സംഭവമൊക്കെ നമുക്കറിയാം. കണ്ടു, ആകർഷിച്ചു, വിളിച്ചോണ്ട് വന്നു, പാപം ചെയ്തു. പിന്നീട് ആ പാപത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കുറ്റകൃത്യം വരെ ചെയ്യേണ്ടി വന്നു, കൊലപാതകം ചെയ്യേണ്ടി വന്നു. എന്താ കാര്യം? ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങേണ്ട ആള് ഇറങ്ങിയില്ല. ആ സമയത്ത് വീട്ടിയിരുന്നു. ഈ പുള്ളി ഈ സമയത്ത് യുദ്ധം ചെയ്യാൻ പോയിരുന്നെങ്കിലോ? ദൈവം നമ്മളെ ആക്കി വെച്ച സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തയോടെ ഇറങ്ങി പുറപ്പെട്ട് വേല ചെയ്താൽ, നമ്മൾ വേല ചെയ്യാൻ ഇറങ്ങിയാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കകത്ത് നമുക്ക് ഇടപെടേണ്ടി വരത്തില്ല. പിശാചുണ്ടാക്കിയ ട്രാപ്പിനകത്ത് നമ്മൾ പെടത്തില്ല. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, സോ നമ്മൾ ഡെയിലി പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥിക്കണം, കർത്താവെ അങ്ങയുടെ രാജ്യം വരണം. 2, കർത്താവെ ഞങ്ങളെ പിശാചിന്റെ പരീക്ഷയിൽക്കകത്ത് ഞങ്ങളെ കടത്തരുത് എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ 2 പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രാർത്ഥനയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഇടപെട്ടത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. എഫീസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. എഫീസ് ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. ഇവിടെ എഫീസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവഇഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. വിശ്വാസികളായവർക്ക് എഴുതിയിട്ട് അവരോട് പറയുന്നതിനിടയ്ക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഒരു പ്രാർത്ഥന പറയുക. 17-ാമത്തെ വാക്യത്തിൽ, എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ വാക്യം ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നു, ഒന്ന് നോക്കാമോ? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നീല അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് കാണിച്ചാൽ, may give you the spirit of wisdom and revelation so that you may know him better എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ. അതിന് വേറൊരു ട്രാൻസ്ലേഷനെ കൊടുത്തിരിക്കുന്നത് നോളജ് അബൌട്ട് ഗാഡ് എന്ന. ദൈവത്തെക്കുറിച്ചുള്ള നോളജ്, ദൈവത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവ്. നോ ഹിം ബെറ്റർ. ദൈവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയണമെങ്കിൽ എന്തോ വേണം? നമുക്ക് സ്പിരിറ്റ് ഓഫ് വിസ്ഡവും വേണം, റെവലേഷനും വേണം. അപ്പോ ദൈവമക്കൾക്ക് വീടും വണ്ടിയും വള്ളവും കൊട്ടാരവും സുഖസൗകര്യങ്ങളും ഒക്കെ വേണോ നല്ല പ്രാർത്ഥിക്കേണ്ടത്? ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ട അടിസ്ഥാന പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, വളരെ ഗൗരവത്തോടെ ഞാൻ പറയട്ടെ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് എത്ര പേർക്ക് എന്നോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എനിക്ക് വളരാൻ എന്നെ സഹായിക്കണമേ എന്ന്. ഇതിന്റെ ഗൗരവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ആ ചിന്ത ഞാൻ അതുപോലെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ, മോശയോട് ദൈവം പറഞ്ഞു, സമാഗമന കൂടാരത്തിന്റെ മാതൃകകളൊക്കെ ഞാൻ പറഞ്ഞു തരാം, പർവ്വതത്തിൽ കയറി വരാൻ പറഞ്ഞു. പർവ്വതത്തിൽ വെച്ച് ദൈവ സാന്നിധ്യത്തിനകത്ത് മോശയോട് ദൈവം സമാഗമന കൂടാരം പണിയേണ്ടതിന്റെ മാതൃകകൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ആ മാതൃകകളുമായിട്ട് ദൈവത്തിൽ നിന്ന് കേട്ട ആലോചനയുമായിട്ട് മോശ താഴെ ഇറങ്ങി വന്ന് ജനത്തോട് പറഞ്ഞു, നമ്മളിത് പണിയാൻ വേണ്ടി പോകുക. കുറെ ആൾക്കാരെ എല്ലാം കൂട്ടി. അതിനകത്ത് നിന്ന് 2 പേരെ പ്രത്യേകമായി സെലക്ട് ചെയ്തു. നമുക്കറിയാം അവരുടെ പേര്, ഒഹോലിയാവും ബസലേലും. അവർ 2 പേരെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് കൊടുത്തൊരു കാര്യമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവം അവരുടെ മേൽ പകർന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ മേൽ ജ്ഞാനത്തിന്റെ ആത്മാവിനെ ദൈവം പകർന്നു. എന്റെ ചോദ്യം, മോശ പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ? മോശയോട് ദൈവം നേരിട്ട് പറഞ്ഞു കൊടുത്തത് ഈ മോശ ജനത്തോട് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകത്തില്ലേ? അത്രയും അഭിഷിക്തനായ മനുഷ്യൻ ഇവർക്ക് ദൈവത്തിൽ നിന്ന് കേട്ടൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകത്തില്ലേ? ദൈവം പറഞ്ഞൊരു കാര്യവും ദൈവം പറഞ്ഞ സെൻസിൽ അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് സ്പിരിറ്റ് ഓഫ് വിസ്ഡം.
നമുക്ക് ദൈവമക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയത് സ്പിരിറ്റ് ഓഫ് വിസ്ഡമാണ്. അത് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാനും ദൈവ വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാനും വി നീഡ് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ഭക്തനായി തീരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വരും, അങ്ങനെ അവൻ ജ്ഞാനി ആയി തീരും. നമുക്കറിയാം ശലോമോന് ദൈവം കൊടുത്തത് ജ്ഞാനത്തിന്റെ ആത്മാവിനെയാണ് കൊടുത്തത്. ഓക്കെ, വേറൊരു കാര്യം, റെവലേഷൻ. ദൈവത്തിന്റെ വചനം 119 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമേ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണം. എന്തിനാ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ കണ്ണു തുറക്കുന്നത്? കണ്ണു തുറന്നില്ലെങ്കിൽ നമ്മൾ ഈ പുസ്തകമൊക്കെ നോവൽ വായിക്കുന്ന പോലെ വായിച്ചു വിടും. ദൈവമക്കളെ, ഈ ദൈവവചനത്തിനകത്ത് വണ്ടേഴ്സുകളുണ്ട്. ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം. വചനത്തിനകത്ത് വണ്ടേഴ്സുകളുണ്ട്, അത്ഭുതങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ അതിന് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. യേശു പത്രോസിനോട് ഒരിക്കൽ ചോദിച്ചു, പത്രോസേ, ഞാൻ ആരാകുന്നെന്നാ നീ പറയുന്നേ? നിനക്ക് എന്തോ മനസ്സിലായി? അപ്പൊ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഞാൻ. അപ്പൊ കർത്താവ് പറഞ്ഞ മറുപടി ഓർക്കുന്നുണ്ടോ? പത്രോസേ, ഇത് നീ അല്ല പറഞ്ഞത്, സ്വർഗസ്ഥനായ ദൈവം നിനക്ക് വെളിപ്പെടുത്തിയിട്ടാണ് നീ ഇത് പറയുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ദ റെവലേഷൻ. ആ റെവലേഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, സ്പിരിച്വൽ റിലം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പിരിറ്റ് ഓഫ് വിസ്ഡം വേണം, റെവലേഷനും വേണം. ആ സ്പിരിറ്റ് ഓഫ് വിസ്ഡവും റെവലേഷനും വരുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്നറിയാമോ? നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ദൈവമക്കളെ, യേശു ഒരിക്കൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാനും പിതാവും അവരോട് കൂടെ വന്ന് വാസം ചെയ്യും, ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും. ഈ വചനത്തിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഡയറക്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒത്തിരി കാര്യമുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇനിയും വണ്ടേഴ്സുകളുണ്ട്. ഇതിനകത്ത് ഭയങ്കര അത്ഭുതങ്ങൾ കിടപ്പുണ്ട്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, വി നീഡ് ദ റെവലേഷൻ. ആ റെവലേഷൻ, വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കി കാണാം, റെവലേഷൻ മാത്രമേ ലൈഫിനകത്ത് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരത്തുള്ളൂ. വചനം വായിച്ചാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കപ്പുറത്തുണ്ടാകുന്ന മാറ്റമാണ് റെവലേഷൻ അകത്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. പ്രൈസ് ദി ലോർഡ്. ഈ വെളിപ്പാടാണ് ഒരു മനുഷ്യനെ മാറ്റുന്നത്, മനുഷ്യനെ അവന്റെ ആത്മതലങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരുമിച്ച് അങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ അകത്ത് അങ്ങനെ ഒരു റെവലേഷന്റെ തലം വെളിപ്പെടാൻ എനിക്ക് അങ്ങനെ ഒരു കൃപ തരണമേ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞത് നമുക്കൊന്നും റെവലേഷൻ ഇല്ലെന്നല്ല, വി നീഡ് മോർ. ദൈവത്തെക്കുറിച്ച് എത്രമാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അത്രയേറെ അത് അനുഗ്രഹം. നമ്മൾ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഈ തലയ്ക്കകത്ത് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ ജ്ഞാനികൾക്കും ബുദ്ധിജീവികൾക്കും ഒന്നും നമ്മൾ പറയുന്ന സുവിശേഷം മനസ്സിലാക്കാത്തത്. അവർക്ക് ഈ പറയുന്ന സാധനം പിടികിട്ടത്തില്ല. ഈ റെവലേഷൻ കിട്ടിയ നമുക്ക് ഇത് പിടികിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞത്, ഇനിയും നമുക്കിനി ഒത്തിരി ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. അത് മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 8-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നോക്കുമ്പോൾ മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് അവൻ എന്തും മാത്രം. എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള ഒരു കമ്പാരിസൺ സ്റ്റഡിയാ, ഒരു കമ്പാരിസൺ ചെയ്ത് പറഞ്ഞേക്കുക. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലെന്ന്. ഈ പ്രപഞ്ചത്തിനകത്തുള്ള ഏറ്റവും വലിയ നക്ഷത്രത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് സൂര്യനെ കൊണ്ടുവച്ചാൽ ഒരു പേന കൊണ്ട് ഒരു കുത്തിരുന്ന വലിപ്പമുള്ളൂ സൂര്യന്. അത്രയും അന്തരമുണ്ട് ഏറ്റവും വലിയ നക്ഷത്രവും സൂര്യനും തമ്മിൽ. ആ സൂര്യനേക്കാൾ 109 മടങ്ങ് ചെറുതാണ് നമ്മുടെ ഭൂമി. ആ ഭൂമിക്കകത്തുള്ള ഞാനും നിങ്ങളും എന്തുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എത്ര നിസ്സാരരാ. ഇത്രയും വലിയവനായ ദൈവത്തെ, കോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച്, നമ്മുടെ ഗാലക്സിക്കകത്ത് മാത്രം 40,000 കോടി നക്ഷത്രങ്ങളുണ്ട്. അങ്ങനെയുള്ള കോടിക്കണക്കിന് നക്ഷത്ര മണ്ഡലങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നൊരു പത്രത്തിനകത്തൊരു വാർത്ത വന്നത് ഞാൻ ഇങ്ങനെ കണ്ടു. ആൻഡ്രോമേഡ എന്ന് പറയുന്ന നമ്മുടെ നക്ഷത്ര മണ്ഡലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആൻഡ്രോമേഡ എന്ന് പറയുന്ന നക്ഷത്രത്തിനകത്ത് 40,000 കോടി നക്ഷത്രം ഉണ്ടെന്ന്. ഇപ്പോ റീസെന്റ് അവര് ഹബിൾ സ്കോപ്പ് വെച്ചിട്ട് നാസ എടുത്തിട്ട് പിക്ചറിനകത്തുനിന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ഈ നക്ഷത്രങ്ങളെയൊക്കെ ഉണ്ടാക്കിയ ദൈവം, ആ ദൈവത്തിന്റെ വലിപ്പം എന്തോ ആയിരിക്കും. ആ ദൈവത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ പോഷത്വം. നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല. ദൈവം വെളിപ്പെടുത്തിയത് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ഇനിയും ഒത്തിരി ആഴങ്ങൾ മനസ്സിലാകാനുണ്ട്. ദൈവത്തിന്റെ ജ്ഞാനം എന്നിവിടെ ആഴമേ എന്നാ പൗലോസ് പറയുന്നത്. സോ ഇറ്റ്സ് സോ ഡീപ്പ്. അത് മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, വി നീഡ് സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. ഇന്ന് നമുക്ക് ഒരുമിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ പൗലോസ് വീണ്ടും പറയുകയാണ്, ആ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ പറയുകയാണ്, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. അത് ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന പറയുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. അപ്പൊ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. എൻലൈറ്റൻ ദിയർ ഹാർട്ട്. അവരുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനാണ് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇത് വിശുദ്ധന്മാർക്ക് എഴുതുന്ന ലേഖനമാണ്.
വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനമാണ്. വിശ്വാസികളോട് പറയുക നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണമെന്ന്. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ജാതികളുടെ ഹൃദയത്തിന്റെ കണ്ണിനെ പിശാച് കുരുടാക്കി വെച്ചിരിക്കുക, ദൈവത്തിന്റെ തേജസ്സുള്ള സുവിശേഷം അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കാതിരിക്കാൻ. അത് നമുക്കറിയാം. പക്ഷെ നമ്മുടെ പൗലോസ് പറയുക, നമ്മുടെ വിശ്വാസികളുടെ കണ്ണും അടഞ്ഞിരിക്കുക, നമ്മുടെയും കണ്ണൊന്ന് തുറക്കേണ്ടത് ആവശ്യമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം, ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ദൈവം എന്റെ ഹൃദയത്തിന്റെ, ഞാൻ എല്ലാമായി, എനിക്കെല്ലാം അറിയാം, 2 പ്രസംഗം നടത്തിയ ഞാൻ എവരിത്തിങ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അതെല്ലാം ഒന്ന് ബ്രേക്ക് ആകട്ടെ, അത് ഓടയട്ടെ. ദൈവത്തെ കുറിച്ച് എത്രമാത്രം നമുക്ക് മനസ്സിലാകുന്നു, അത്രയേറെ നമ്മുടെ അകത്ത് താഴ്മയുണ്ടാകും. എത്രയേറെ ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം നമ്മളിൽ വർദ്ധിക്കുന്നു, അത്രയേറെ നമ്മൾ ഒന്നുമില്ലെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരും. അപ്പൊ ദൈവത്തിന്റെ നാമം നമ്മളിൽ മഹത്വം എടുക്കാൻ തുടങ്ങും, ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. പൗലോസ് പറയുകയാണ്, ഈ ജനത്തിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കട്ടെ, ഈ ജനത്തിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കട്ടെ. ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഇനിയും പ്രകാശിപ്പിക്കണമേ, ദൈവത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ എനിക്ക് ഇനിയും കൃപ തരണേ എന്ന് ഞാൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുന്നതെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അവന്റെ വിളിയാലുള്ള ആശ. 18ാമത്തെ വാക്യം, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതാണെന്ന് നാം തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവമക്കളെ, ദൈവം വിളിച്ചതിന് ഒരു ഉദ്ദേശമുണ്ടെന്നും ഞാൻ ആ ഉദ്ദേശം നിവർത്തിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട ആളാണെന്നുമുള്ള തിരിച്ചറിവാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയത്, ദൈവജനത്തിന് വേണ്ടിയത്. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചെങ്കിലേ എന്നെ ദൈവം എന്തിനെങ്കിലും വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അല്ലേലുള്ള പ്രശ്നം, ഞായറാഴ്ച പള്ളി പോകും, തിരിച്ച് വീട്ടിൽ വരും, നമ്മുടെ ലോകത്ത് ജീവിക്കും. ദൈവമക്കളെ, നമ്മൾ നമ്മുടെ ലോകത്ത് ജീവിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ദൈവത്തിന്റെ ലോകത്ത് ജീവിക്കാൻ, സ്പിരിച്വൽ റിലത്തിനകത്ത് ജീവിക്കാൻ, ആത്മമണ്ഡലത്തിനകത്ത് ജീവിക്കാൻ, വലിയ വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാനാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ സാധാരണക്കാരായ നമ്മിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഇന്ന് പകൽ നമ്മുടെ അകത്തുണ്ടാകട്ടെ. ഇന്ന് ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ, ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എഴുന്നേൽക്കുമ്പോൾ, ഒരു സാധാരണ വ്യക്തിയെ പോലെ എഴുന്നേൽക്കാതെ ഒരു അസാധാരണ വ്യക്തിത്വം എന്റെ അകത്തുണ്ടെന്ന് തിരിച്ചറിയാനുള്ള, ഒരു അസാധാരണ കോളിംഗ് എന്റെ അകത്തുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാകാൻ ഇന്ന് പകൽ ദൈവാത്മാവ് നമുക്ക് കൃപ തരട്ടെ. എനിക്കും അത് ആവശ്യമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഇനി പ്രകാശിപ്പിക്കണമേ. കാരണം എന്നെ എന്തിനാ കർത്താവ് വിളിച്ചതെന്നുള്ള തിരിച്ചറിവ്. ഇന്ന് നിങ്ങൾക്കറിയാമോ, ദൈവസഭയിലുള്ള മിക്ക ആളുകൾക്കും ഇല്ലാത്തൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, എന്റെ മേലൊരു വിളിയുണ്ടെന്നോ എന്നെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാനുണ്ടെന്നോ ഉള്ള തിരിച്ചറിവില്ലാത്ത ഒരു മേഖലയിലാണ് ഇന്ന് ജനം ഇരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് എന്നെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണം, എന്നെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിക്കാം. പറയുകയാണ്, 1, ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ വിളിയാലുള്ള ആശ എന്നതാണെന്ന് തിരിച്ചറിയാം. 2, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. എന്താ അതിന്റെ അർത്ഥം? അത് മനസ്സിലാക്കാൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡാ. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. എന്റെ ഭാഷയിൽ എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞു തരാം. കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം, ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ്. അതാണ് ക്രിസ്തുവിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ക്രിസ്തുവിൽ എന്റെ അവകാശം എന്താണ്, ക്രിസ്തുവിൽ ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് ഞാൻ മനസ്സിലാക്കാൻ ഇടയാകട്ടെ. പൗലോസ് പറഞ്ഞൊരു കാര്യം, തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ദൈവമക്കളെ, നിങ്ങളുടെ മേലൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്റെ മേലൊരു തിരഞ്ഞെടുപ്പുണ്ടെന്ന് ഞാൻ അറിയണം. ദൈവമക്കൾ എല്ലാവരും, അത് ആരോടാ പറയുന്നത്? എല്ലാവരോടും കോമൺലി പറയുക. നമ്മളുടെ ഇന്നത്തെ ആത്മലോകത്തിലുള്ള ഒരു വിശ്വാസം എന്തെന്നറിയാമോ? ഈ തെരഞ്ഞെടുപ്പും വിശ്വാസവും എന്നൊക്കെ പറയുന്നത്, ഈ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് ചിലർക്ക് വേണ്ടി മാത്രം ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യം. ചില പ്രത്യേക ശുശ്രൂഷകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് 5 ഓഫീസസ്, ഗിഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ദൈവം ചിലരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കും. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും മേലെ ഒരു കോമൺ കോളിംഗ് കൂടെ കിടപ്പുണ്ട്. അത് യേശുവിന്റെ സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ്, യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കോളിങ്ങിനകത്ത് നമ്മൾ നിന്നേ പറ്റൂ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നല്ലോ. അത് എല്ലാവരോടും കൂടെ പറയുന്ന കാര്യമാണ്. ഇവിടെ പൗലോസ് സഭയിലുള്ള വിശ്വാസികളോട് പറയുമ്പോൾ പറയുക, നിങ്ങളെ കുറിച്ച് വിളിക്കൊരു ആശയമുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് അവന്റെ ക്രിസ്തുവിലുള്ള അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ ഞാൻ ആരാണ്? ഞാൻ ക്രിസ്തുവിന്റെ ഒരു അംബാസിഡർ ആണ്, ഞാൻ ദൈവരാജ്യത്തിന്റെ
റെപ്രസെന്റേറ്റീവ് ആണ്, ഞാൻ ദൈവത്തിന് പകരം നിൽക്കുന്നയാളാണ്, ഞാൻ ദൈവത്തിന്റെ നാവാണ്, ദൈവത്തിന്റെ അഭിഷേകം എന്റെ മേലുണ്ട് എന്നുള്ള തിരിച്ചറിവ് ദൈവജനത്തിന് ഉണ്ടാവേണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കും, വേണം ഞാൻ സാധാരണക്കാരനല്ലല്ലോ, ഞാൻ സാധാരണക്കാരനല്ലല്ലോ. നമ്മൾ ആ ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷമാണ് നമ്മൾ അല്ലാതായി മാറുന്നത്. ഇപ്പൊ നമ്മൾ നമ്മളായിട്ടാണ് ജീവിക്കുന്നത്. ഇനി നമ്മൾ നമ്മളായിട്ടല്ല ജീവിക്കേണ്ടത്, നമ്മൾ ക്രിസ്തുവായിട്ടാണ് ജീവിക്കേണ്ടത്. കാരണം ക്രിസ്തുവിന് പകരം ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നവരാ നമ്മള്. ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. എന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ, ഒരു പിതാവ് എന്നുള്ള രീതിയിൽ, ഒരു മകൻ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നു. അതെന്റെ മാനുഷികമാകുന്ന തലം. പക്ഷേ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കേണ്ടത് കേവലം ഒരു പിതാവായിട്ട്, കേവലം ഒരു മകനായിട്ട്, കേവലം ഒരു അപ്പനായിട്ടും അല്ല. ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് വേണം ഈ ലോകത്ത് ജീവിക്കാൻ. ദൈവത്തിന്റെ അംബാസിഡർ ആയിട്ട് വേണം ഈ ലോകത്ത് ജീവിക്കാൻ. ഒരു ദൈവത്തിന്റെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയായിട്ട് വേണം ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ. 1 യോഹന്നാൻ 4:17 കർത്താവ് പറഞ്ഞു, അവൻ ഇരിക്കുന്നത് പോലെ നിങ്ങൾ ലോകത്തിൽ ഇരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ. യോഹന്നാന്റെ സുവിശേഷം 17:18 കർത്താവ് പറഞ്ഞു, പിതാവേ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെ അയക്കുക. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് എന്തോ ഗൗരവം ഉണ്ടെന്നറിയാം. ദൈവമക്കളെ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് വിളിക്കപ്പെട്ടത്, അതിനകത്ത് ജീവിക്കാനും അത് അനുഭവിക്കാനും എനിക്ക് കൃപ തരണമെന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, ഒന്നാമത്തെ കാര്യം എന്റെ വിളിയാലുള്ള ആശ മനസ്സിലാക്കുക. 2, ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന് മനസ്സിലാക്കുക. 3, 19 വാക്യത്തിൽ, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് തിരിച്ചറിയേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയുടെ, പൗലോസിന്റെ നീണ്ട പ്രാർത്ഥനയായത്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന ഈ ഒരു ഭാഗം ദൈവമക്കൾ മനസ്സിലാക്കണം. എന്തോ മനസ്സിലാക്കേണ്ടത്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്റെ അകത്തുണ്ടെന്ന് മനസ്സിലാക്കണം. ദൈവമക്കളെ, ഇത് ഹൃദയത്തിന്റെ കണ്ണ് തുറന്നാലേ പറ്റൂ. ഹൃദയത്തിന്റെ കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവ്, അതിന്റെ മഹത്വം എന്താണെന്നുള്ളത്. അതിനവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം, ഞാൻ ഇതിനെക്കുറിച്ച്, ഈ ഒരു വാക്യത്തെക്കുറിച്ച് ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് ഇപ്പൊ കടന്നു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് പോകും. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം ഇത്രയും മനസ്സിലാക്കുക, എന്റെ അകത്തൊരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് അളവറ്റ ശക്തിയാണെന്ന് മാത്രം വിശ്വസിക്കുക. എന്റെ അകത്തൊരു ദൈവശക്തി ഉണ്ട്, അത് അളവറ്റതാ. അളവറ്റെന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം എന്നറിയാമോ? ഈ ലോകത്തിലുള്ള ഏത് ശക്തികളെ എടുത്തു നോക്കൂ, എവറി പവേഴ്സ് ഇൻ ദിസ് വേൾഡ്, ഏത് ശക്തി എടുത്തു. ഇപ്പോ ഇലക്ട്രിസിറ്റി അതൊരു പവറാ, പക്ഷേ ഇറ്റ്സ് മെഷേർഡ്, അതിന് അളവുണ്ട്. കാറ്റിന് ഒരു ശക്തിയുണ്ട്, പക്ഷേ ഇറ്റ്സ് മെഷേർഡ് ബൈ ദ ടെക്നോളജി. നമ്മുടെ ടെക്നോളജി അതിനെ അളന്നതാ, അതിനൊരു സർട്ടൻ ലെവലുണ്ട്. വെള്ളം കെട്ടി നിർത്തിയാൽ അതിനൊരു ശക്തിയുണ്ട്, ബട്ട് ഇറ്റ് ഈസ് മെഷറബിൾ, അതിനെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ശക്തിയെ നിങ്ങൾ ഈ ലോകത്തിലെടുത്തു, എല്ലാം മനുഷ്യൻ സൃഷ്ടിച്ചതുകൊണ്ട് പ്രകൃതിയാലുള്ള ശക്തികളുമുണ്ട്. എല്ലാം ഇറ്റ് ഈസ് മെഷേർഡ്, എവറി പവേഴ്സ് ആർ മെഷേർഡ്. പക്ഷെ ആർക്കും അളക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതും ഇനി ആർക്കും അളക്കാൻ പറ്റാത്തതും ഒരളവുമില്ലാത്ത, അളവുകൾക്കപ്പുറത്ത് വ്യാപരിക്കുന്ന ഒരേ ഒരു ശക്തിയുള്ള ഈ ലോകത്തിൽ, അത് എന്റെ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി അത്രേ. ഹല്ലേലൂയ. ഇതിനെ ദൈവമക്കൾ തിരിച്ചറിയണമെന്ന പൗലോസിന്റെ പ്രാർത്ഥന. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ അവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. ഇനി അടുത്ത നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ പ്രാർത്ഥന, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ദൈവമക്കളെ, ഇതേ വാക്യം തന്നെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. സെയിം പോർഷൻ, സെയിം പാസേജ് പറയുന്നുണ്ട് യേശുവോടെ. പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നിടത്ത് നന്മ എന്നാ കൊടുത്തേക്കുന്നത്. തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കുന്ന അവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ പക്ഷെ കുറെ കൂടെ ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതി, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പം റിയൽ നന്മ എന്ന് പറയുന്നത് എന്തുവാ? യഥാർത്ഥത്തിൽ നന്മ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാ. പ്രൈസ് ദി ലോർഡ്. പാട്ടുകാരൻ പാടി ഓർക്കുന്നുണ്ടല്ലോ, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും,
യേശു മാത്രം സമ്പത്താകുന്നു. നമ്മുടെ റിയൽ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവവും ദൈവ സാന്നിധ്യവുമാണ്. എന്ത് വില കൊടുത്തും അത് നേടാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ റിയൽ വെൽത്ത് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. ആ ദൈവ സാന്നിധ്യത്തിനകത്ത് നമുക്ക് വേണ്ടത് എല്ലാം ഉണ്ട്. ഞാൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വരുമ്പോഴേ ഇവർക്ക് വഴിയിൽ ATM കാർഡിന്റെ സിസ്റ്റം ഇല്ല, ഹോട്ടൽ സിസ്റ്റം ഇല്ല, ഫാഷൻ ഡിസൈന് വസ്ത്രം ഉണ്ടാക്കാനുള്ള തയ്യക്കാർ വഴിയിലെങ്ങും ഇല്ല, വെള്ളം പ്രൊവൈഡ് ചെയ്യാനുള്ള ടാങ്കർ ലോറികളൊന്നുമില്ല, കൃഷി ചെയ്യാനുള്ള സ്ഥലവും ഇല്ല. ഇവർ ഈ വഴിയാത്രക്കാരാ. ഇവർ ഈ യാത്ര മുഴുവൻ ചെയ്ത് 40 വർഷം മരുഭൂമിയുടെ കിടന്ന് അലഞ്ഞപ്പോൾ ഇവർക്ക് വേണ്ടിയ ചെരുപ്പും, ഇവർക്ക് വേണ്ടിയ വസ്ത്രവും, ഇവർക്ക് വേണ്ടിയ വെള്ളവും ആഹാരവും, അവർക്ക് വേണ്ടുന്ന AC-യും, അവർക്ക് വേണ്ടുന്ന സുരക്ഷയും ഇതൊക്കെ എവിടുന്ന കിട്ടിയേ? ദൈവമക്കളെ, ഒറ്റ കാര്യമേ അവർക്കുണ്ടായിരുന്നുള്ളൂ, അവരുടെ കൂടെ ദൈവ സാന്നിധ്യം. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി യഹോവയുടെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് വേണ്ടിയതെല്ലാം ആ സാന്നിധ്യത്തിനകത്തുനിന്ന് പ്രൊവൈഡായി. ഓ ജീസസ്. അപ്പൊ നമുക്ക് വേണ്ടി എന്താണെന്നറിയാമോ? ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ കൂടുതൽ പ്രാപിക്കാൻ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയൊക്കെ എടുത്തു നോക്കിയാൽ നമ്മുടെ പ്രാർത്ഥനയുടെ കണ്ടന്റ്, വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഡയറി ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ ആ ഡയറിക്കകത്തുള്ള വിഷയങ്ങൾ ഞാൻ വേണേൽ പറയാം. ആ പ്രാർത്ഥനയ്ക്കകത്തുള്ള ഡയറിയുടെ ഒന്നാമത്തെ വിഷയം, കർത്താവ് എന്റെ മക്കളെ വിദേശത്ത് അയക്കണം, വിസ വേണം, വീട് വേണം, പൈസ വേണം, കുറച്ചുകൂടെ സ്ഥലം മേടിക്കണം. ഇങ്ങനെ നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. എഴുതി വെച്ച് മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്ന്. എന്തോന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ? ദൈവത്തെക്കുറിച്ച് നോളജും ഇല്ല, പരിശുദ്ധാത്മ സാന്നിധ്യവും ഇല്ല ജീവിതത്തിൽ, പിന്നെ എന്തോന്നിനെ കുറിച്ച് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാനാണ്? അതൊന്നും പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവാത്മാവ് ഗൈഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അന്നമ്മ എന്ന് പറയുന്ന സിസ്റ്ററിനെ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? സോ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അത് ദൈവാത്മാവിന്റെ ഗൈഡൻസിൽ പ്രാർത്ഥിച്ചാൽ. ദൈവത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിക്കുന്നെങ്കിൽ അത് അവൻ നമുക്ക് നൽകി തരുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവന്റെ ഇഷ്ടപ്രകാരമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നു പറയുന്നതല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസിനകത്ത് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് ഓൺ ദ സ്പോട്ടിൽ ദൈവാത്മാവ് തരും. ദൈവമായിട്ട് കണക്റ്റഡ് ആയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഓക്കെ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തെ അടുത്ത മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്, കർത്താവേ എനിക്ക് അവിടുത്തെ ആത്മാവിനെ കൂടുതൽ പ്രാപിക്കാനുള്ള കൃപ, അവിടുത്തെ ആത്മാവിനെ പ്രാപിക്കാനുള്ള ആ ഒരു വരം തരണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ? എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. അവിടെ നമുക്ക് ഒരു കാര്യം കൂടെ കാണാൻ പറ്റുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7:37 കഥ പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഇത് താൻ തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു നദിയെ കുറിച്ച് പറയുന്നുണ്ട്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒഴുകപ്പെടുന്ന നദികൾ. ഒരു നദി എന്നല്ല പറഞ്ഞത്, നദികൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട് സ്വാഭാവികമായി, പരിശുദ്ധാത്മാവിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാനൊരു സാധ്യത മനസ്സിലുണ്ട്. ആ ചോദ്യത്തിനൊരു മറുപടി ഞാൻ പറയാം. ഇവിടെ യേശു പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് എന്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണെന്നറിയാമോ? നദികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് നദികൾ പോലെ ഈ സാന്നിധ്യം ഒഴുകുമെന്ന് പറഞ്ഞിട്ടാണ് യേശു പറയുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നദിയോട് കമ്പയർ ചെയ്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നദിയോട് കമ്പയർ ചെയ്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെയും ദൈവത്തെയും ദൈവിക ഗുണങ്ങളെയും കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അളക്കാനും, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ദൈവശക്തിയുടെ കാര്യം പറഞ്ഞു, അളക്കാൻ പറ്റാത്ത ശക്തിയെ കുറിച്ചാണ് ആ ശക്തി എന്ന് പറയുന്നത്, അല്ലെ? ദൈവശക്തിയെ കുറിച്ച് പറയുന്നത് അളക്കാൻ പറ്റാത്ത ശക്തി എന്നാ. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് അത് തന്നെ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു നദി കിടക്കുന്ന വെള്ളം അളക്കാൻ പറ്റുമോ? എന്നോട് ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഈ പിക്ചറിലെ വെള്ളം അളക്കാൻ പറ്റുമോ? എങ്ങനെ അളന്നാലും എങ്ങനെ അളക്കാൻ പറ്റുമോ? അതിനെ പരിശുദ്ധാത്മാവിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് നദിയിലെ വെള്ളത്തോടാ. ഒരു നദിയിലെ വെള്ളത്തെ അളക്കാൻ പറ്റത്തില്ല, നദികളുടെ വെള്ളത്തെ എങ്ങനെ അളക്കാൻ പറ്റുന്നേ? അവിടെ വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ എന്നാ. റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ. ഒരു നദിയെ നല്ല എഴുതിയിരിക്കുന്നത്, നദികൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു നദിയിലെ വെള്ളത്തെ അളക്കാൻ പറ്റത്തില്ലെങ്കിൽ നദികളുടെ വെള്ളത്തെ ഒട്ടും അളക്കാൻ പറ്റത്തില്ലാത്തതുപോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് ലെവലുകൾ, ഭയങ്കരമായ ലെവലുകളുണ്ട്. പരിശുദ്ധാത്മാവ് അൺലിമിറ്റഡ് ആണ്.
അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ ഒറ്റ പ്രാർത്ഥനയ്ക്ക് പ്രാപിച്ചതുകൊണ്ട് മതിയാകുമോ? ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്നുള്ള ദാഹം നമ്മുടെ അകത്തുണ്ടാകട്ടെ. യേശു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ദാഹിക്കാൻ പറ്റും? കർത്താവേ, ഐ നീഡ് മോർ ആൻഡ് മോർ ഓഫ് യു, ഐ നീഡ് മോർ ആൻഡ് മോർ ഓഫ് യു. എനിക്ക് ഇനിയും അങ്ങയുടെ സാന്നിധ്യം വേണം എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കാം. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ പറയാൻ ഇനി എന്റെ മുമ്പ് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഈ തിരുവെഴുത്ത് പറയുന്നത് പോലുള്ള നദി എന്ന് പറഞ്ഞിട്ട് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമുള്ളൂ നമ്മുടെ മുമ്പിൽ. അവിടെ ഒരു നദിയെ കുറിച്ച് പറയുന്നുണ്ട് 47-ാമത്തെ അധ്യായത്തിൽ. 37-ാമത്തെ അധ്യായം നമുക്കറിയാം. ഇസ്രായേലിന്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ് 37-ാമത്തെ അധ്യായം. പ്രവാചകൻ അസ്ഥി കൂമ്പാരത്തിന്റെ നടുവിലേക്ക് ചെന്ന് നിന്നിട്ട് പ്രവാചകനോട് ദൈവം പറഞ്ഞു, പ്രവാചക നീ എന്ത് കാണുന്നു? പ്രവചിക്കാൻ പറഞ്ഞു. അത് ഇസ്രായേലിന്റെ റീസ്റ്റോറേഷനാ, പൊളിറ്റിക്കൽ റീസ്റ്റോറേഷനാ. ഇസ്രായേല് ലോകരാജ്യങ്ങളിൽ അവിടെ ഇവിടെയായി ചിന്നിച്ചിതറി അസ്ഥിയോട് ചേരാൻ കഴിയാതെ അവിടിവിടങ്ങളായി ചെതറിക്കിടന്ന ആ യഹൂദനോട് പ്രവചിക്കുന്ന പ്രവചനമാണിത്. വെറും അസ്ഥികളല്ല, യഹൂദന്മാർ അസ്ഥി കണക്കിന് അസ്ഥി സമാനമായി കിടക്കുന്ന സാഹചര്യത്തിൽ യഹൂദന്മാരോട് പ്രവചിക്കുന്ന പ്രവചനമാണ് 37-ാം അധ്യായം. അത് ഇസ്രായേലിന്റെ പൊളിറ്റിക്കൽ റിസ്റ്റോറേഷൻ ആണ്. പൊളിറ്റിക്കൽ റിസ്റ്റോറേഷൻ അത് 1948-ൽ സംഭവിച്ചു. നമുക്കറിയാം, ഇസ്രായേലിന്റെ ദൈവം സ്വന്തം രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. അവരെ ഒരു സൈന്യമായി ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് ഇസ്രായേൽ ഒരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുക. 47-ാമത്തെ അധ്യായം ഇസ്രായേലിന്റെ സ്പിരിച്വൽ റിസ്റ്റോറേഷൻ. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് ഒരു നദി പുറപ്പെടുകയാണ്. ആ നദിയിലേക്ക് ഒരു മനുഷ്യനെ, ഈ പ്രവാചകനെ, ഒരു സ്വർണത്തിന്റെ പിത്തളയുടെ നിറത്തിലുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് കയ്യിലൊരു ചരടുമായിട്ട് 1000 മുഴം അളന്നിട്ട് പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ആ പ്രവാചകൻ ഇറങ്ങുക. 1000 മുഴം അദ്ദേഹം അളന്നു, ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങിയപ്പോൾ വെള്ളം നരിയാണിയോളമായി, പിന്നെ 1000 അളന്നു മുട്ടോളമായി. അങ്ങനെ 4 പ്രാവശ്യം അളന്നപ്പോൾ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത ഒരു വലിയ ആത്മനദിയിലേക്ക് മനുഷ്യൻ കടന്നു. പിന്നീട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴേലും ചിന്തിക്കാം. ഇപ്പൊ അതിന് സമയമില്ലാത്തപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. 4 പ്രാവശ്യം 1000 പ്രാവശ്യം വെച്ച് അളന്നു. 1000 പ്രാവശ്യം വെച്ച് 4 പ്രാവശ്യം അളന്നു. അപ്പൊ എത്രയായി? 4000 ആയി. അതിന് എന്റെ മനസ്സിലേക്ക് വന്നൊരു കാൽക്കുലേഷൻ ഞാൻ പറയുക. ബിബ്ലിക്കലി തിയോളജിക്കലി ശരിയാണെന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഭൂമി ഉണ്ടായി മനുഷ്യന്റെ പഴയ നിയമകാലങ്ങളിൽ മുഴുവൻ നമ്മൾ കാണുന്നത്, പരിശുദ്ധാത്മാവിന്റെ ചെറിയ ചെറിയ അളവുകളാണ് കാണുന്നത്. പക്ഷെ യോവേൽ പ്രവാചകൻ പ്രസംഗിച്ചതനുസരിച്ച് അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും, അളവില്ലാതെ പകരപ്പെടുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം 4000 വർഷത്തിന് ശേഷമാണ് സംഭവിച്ചത്. അഥവാ യേശുവിന്റെ വരവിന് ശേഷം പരിശുദ്ധാത്മാവ് വരുന്ന ആ സമയം തൊട്ട് തുടങ്ങുന്നത്. 4 പ്രാവശ്യം 1000 വെച്ചിട്ട് അളക്കാൻ പറഞ്ഞു. 4000 വർഷത്തെ കാണിക്കുന്നത്. അങ്ങനെ കണക്ക് കൂട്ടാൻ നമുക്ക് പറ്റും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമാണ് പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത നദിയായിട്ട് ആ നദിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുക. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പരിശുദ്ധാത്മാവ് നദി പോലെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ നദിയുടെ തീരത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്നൊന്ന് ചിന്തിച്ചു ചോദിക്കുക, അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ചു ചോദിക്കുക. നമ്മൾ ആ നദിയുടെ തീരത്ത് നിൽക്കുക. ഈ നദിയിലേക്ക് ഇറങ്ങിയാൽ ഇപ്പൊ എവിടം വരെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ? നെരിയാണിയോളം ഇറങ്ങാം, മുട്ടോളം ഇറങ്ങാം, അരയോളം ഇറങ്ങാം. ഇതിനകത്ത് കിടന്ന് നീന്തി തുടിക്കാം. സ്വാതന്ത്ര്യം നമ്മുടെയാ. ഇനി അതിന്റെ കരയ്ക്ക് നിന്ന് കുടിക്കുവാണെങ്കിൽ സ്പൂൺ കൊണ്ട് ചെന്നാലും വെള്ളം കിട്ടും, കപ്പ് കൊണ്ട് ചെന്നാലും കിട്ടും, ബക്കറ്റ് കൊണ്ട് ചെന്നാലും കിട്ടും. ഒരു വലിയ കുറ്റി എന്താ പറയുന്നേ, ഒരു വലിയ വീപ്പയും കൊണ്ട് ചെന്നാലും അതിനകത്തും കിട്ടും. ഒരു ടാങ്കർ ലോറിയും കൊണ്ട് ചെന്നാലും അതിനകത്ത് നിറച്ചടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന വെള്ളമുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് എന്തുമാത്രം വേണം? എത്രമാത്രം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്? രാത്രി അങ്ങും സ്ഥലം മറന്ന് സകലതും മറന്ന് സാന്നിധ്യത്തിലേക്ക് ഒന്ന് ഇറങ്ങാവോ? ജോർജ് ജെഫ്രി എന്ന് പറഞ്ഞ് ലണ്ടനിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ട്. ജോർജ് ജെഫ്രി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ആശുപത്രികളിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് പുറത്തു നിന്നിട്ട് അകത്തോട്ട് വിളിച്ചു ചോദിക്കുമായിരുന്നു, ഇനി ആരെങ്കിലും ഉണ്ടോ സൗഖ്യം പ്രാപിക്കാൻ? ദൈവാത്മാവിന്റെ ലെവല്, ദൈവമക്കളെ, നമ്മൾ എവിടെ വരെ എത്തിയെന്ന് നമ്മളോട് തന്നെ ചോദിക്കേ. നമ്മളൊന്ന് താഴാൻ തയ്യാറാവട്ടെ, ഹമ്പിളാവാൻ തയ്യാറാകട്ടെ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മസാന്നിധ്യം ജീവിതത്തിൽ വ്യാപരിക്കാൻ തുടങ്ങുമോ? നമ്മുടെ ആവശ്യങ്ങളെ മുഴുവൻ പരിശുദ്ധാത്മാവ് മീറ്റ് ചെയ്യും. പ്രൈസ് ഗോഡ്. മലയാളത്തിൽ നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, കൃപാകടലേ നിന്റെ തീരത്ത് ഞാൻ. പ്രൈസ് ഗോഡ്. അങ്ങളെ ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? കൃപാകടലേ നിന്റെ തീരത്ത് ഞാൻ, അനേക നാളായി
ആകാംക്ഷയോടെ നിൽക്കുക. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അപ്രവാഹം എന്റെ മേൽ, അപ്രവാഹം എന്റെ മേൽ ഒന്ന് ഒഴുകട്ടെ. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പറയാം, പരിശുദ്ധാത്മാവേ ആ പ്രവാഹം എന്റെ മേൽ ഒന്ന് ഒഴുകാൻ, ആ പ്രവാഹം എന്റെ മേൽ ഒന്ന് ഒഴുകാൻ. നമുക്ക് ഒരുമിച്ചൊന്ന് ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. ഒരുമിച്ച് ആഗ്രഹത്തോടെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. തെറ്റാണ്, എന്നോട് ക്ഷമിക്കണേ. നമ്മുടെ പ്രാർത്ഥനാ ഡയറിയൊക്കെ ഒന്ന് മടക്കി വെച്ചേച്ച് കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് അങ്ങയെക്കുറിച്ചൊന്ന് അറിയണം. എനിക്ക് ബെൻസുകാരല്ല വേണ്ടിയത്, എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് വേണ്ടിയത്. എനിക്ക് ബംഗ്ലാവല്ല വേണ്ടിയത്, എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് വേണ്ടിയത്. എനിക്ക് ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളെക്കാൾ അധികം എനിക്ക് വേണ്ടിയത് പരിശുദ്ധാത്മാവിന്റെ ആഴങ്ങളാണ് വേണ്ടിയത്. ഡീപ്നെസ്, ഇത്രയും വലിയ ആഴം കിടക്കുക. നമ്മൾ എവിടെയോ കരയ്ക്ക് നിൽക്കുക. പ്രൈസ് ഗോഡ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം, ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഐ നീഡ് മോർ ഓഫ് യു, ഐ നീഡ് മോർ ഓഫ് യു. പ്രൈസ് ഗോഡ്. ലാലു ഉള്ള പാസ്റ്റർ ഉണ്ടോ അവിടെ? ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? പറ്റുമെന്ന് പാടിയ നല്ലായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കൃപാക്കടലേ, നിന്റെ തീരത്ത് ഞാൻ അനേക നാളായി ആകാംക്ഷയോടെ നിൽക്കുക. ആ ഒരു പ്രവാഹം എന്റെ മേൽ ഒന്ന് ഇന്ന് പകൽ പകരപ്പെടട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ നടച്ചാട്ടെ. ഒരു നിമിഷം ആ കണ്ണുകൾ ദൈവസന്നിധിയിൽ നടച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കൃപാക്കടലേ, നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ. കൃപാക്കടലേ, നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ. മടങ്ങുകില്ലെന്നി വീടും